ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി പോസിറ്റീവ് വിത്ത് ഷൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും മഴയൊക്കെ കിട്ടുന്നുണ്ടോ? എങ്ങനെയുണ്ട് മഴയൊക്കെ? നല്ല രസമല്ലേ? അപ്പോൾ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ മാറിയപ്പോൾ ഞാൻ കുറച്ച് ചീരയില ഉള്ളത് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ആകെ കാടും മുഴുവൻ പിടിച്ചിരിക്കുകയാണ്. ആ ചീര നട്ടിട്ട് മഴക്കാലം ആയപ്പോഴാണ് നട്ടത്. അത് കാരണം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. കുറച്ച് മാത്രം വിഷുവിൻ്റെ ദിവസം ഞങ്ങൾ നടണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നട്ടതാണിത്. ഇപ്പോൾ അത് പറിച്ചെടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ആകെ പുഴു തിന്നും. ഒറ്റ ദിവസം കൊണ്ട് പുഴു തിന്നും. അത് നമ്മൾ മരുന്നൊന്നും അടിക്കണില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ജൈവ ആയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ള കറിക്കുള്ളതായി. അവിടെ വെള്ളച്ചീരയൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിതുപോലെ ചീര നട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് മുറിച്ചെടുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് മുളച്ച് വന്നോളൂ കേട്ടോ. പിന്നെയും നമുക്കത് മുറിച്ചെടുക്കാം. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുമ്പ് ഇനി അടുത്ത കാര്യങ്ങൾ അവിടെ ആകെ കാട് പിടിച്ച് പടർന്ന് കിടക്കും. അതൊക്കെ ഒന്ന് പറിച്ച് കളയാൻ നോക്കണം. കണ്ടില്ലേ, ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുക. ഇത് കണ്ടോ പീച്ചിങ്ങ. ഒരു സ്ഥലത്ത് പീച്ചിങ്ങ നടാൻ പോയാൽ എല്ലായിടത്തും കൂടെ അതിൻ്റെ കുരു. ഭയങ്കര ശല്യമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാടാണ്. നമുക്ക് ഈ കിടക്കുന്ന ബേബി പൊട്ടറ്റോ നടാട്ടോ. ബേബി പൊട്ടറ്റോ വാങ്ങിച്ചിട്ട് മുളച്ച് പോയതാണ്. അപ്പോൾ അത് നടാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല, ഭയങ്കര മഴയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തോരനുണ്ടാക്കിയ ചുണ്ടങ്ങ കേട്ടോ ഇത്, പുത്തിരി ചുണ്ട. ഇത് വളരെ വിശാലമായിട്ട് ഇവിടെ പടർന്ന് പിടിച്ച് കിടക്കുക കേട്ടോ. ഒരു പ്രദേശം മൊത്തം വേണം ഇതിന് വളരണമെങ്കിൽ. നല്ല വളമുള്ളിടത്താണെങ്കിൽ ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കും. കണ്ടില്ലേ ഇത് കണ്ടോ? ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കും കേട്ടോ. പപ്പായയാണ്. പപ്പായ മരം അത് ഭയങ്കരമായിട്ട് മുരടിച്ച് ഇവിടെ ഒറ്റ പപ്പായ നന്നായിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇതെല്ലാം നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൽ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പം നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, ഇതിൽ പാവൽ കയറിപ്പോയേക്കണത്. ഒരു പാവയ്ക്ക ഇതിൽ കിടക്കണ്ടായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെ ചീഞ്ഞ് പോവുക പാവയ്ക്കൊക്കെ. എന്താ ചെയ്യാനാ? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. പാവൽ പോകാതിരിക്കാൻ. പാവലല്ല, പാവയ്ക്ക ഉണ്ടായി വന്ന് ഒരു വിരലിൻ്റെ അത്ര നീളമാകുമ്പോഴേക്കും അത്ര ആകുമ്പോഴേക്കും എല്ലാം ചീത്തയായി പോവാ കേട്ടോ. കുറച്ച് ബേബി പൊട്ടറ്റോ വാങ്ങിച്ചിട്ട് അത് കറി വെച്ചതിൻ്റെ ബാക്കി ഇരുന്നത് മറന്നുപോയി. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് മുളച്ചു കേട്ടോ. അത് നമുക്ക് നട്ട് നോക്കാം. അതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയാം. അതിന് ഓരോ മുളകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് കുഴി കുഴിച്ച് ഇങ്ങനെ നട്ട് വയ്ക്കുവാണ് കേട്ടോ. ഇത് വളരുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ ഇതുപോലെ ഉരുളക്കിഴങ്ങ് നട്ട് അതുപോലെ നന്നായിട്ട് വന്നു. പക്ഷേ വിളവെടുപ്പിൻ്റെ സമയം എനിക്ക് അറിയില്ലായിരുന്നു. അത് അങ്ങനെ നിന്ന് ചീഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഉള്ളിയും അതുപോലെ ക്യാരറ്റും ഒക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇതും വളരുമായിരിക്കും എന്ന് തോന്നുന്നു. കണ്ടില്ലേ ഇതിൻ്റെ മുള? അപ്പം നമ്മുടെ കാലാവസ്ഥയിലും എല്ലാ സാധനങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ തന്നെ അവക്കാഡോ വരെ ഉണ്ടാവുമല്ലോ. അവക്കാഡോ പക്ഷേ വിളവ് എടുക്കണമെങ്കിൽ അത് കായ ഉണ്ടായി ഒരു വർഷത്തോളം വേണം അതിന് അത് ശരിക്കും മൂത്ത് വരാനായിട്ട്. ഞാനിതുപോലെ ഒരു അവക്കാഡോ വാങ്ങിച്ചിട്ട് അതിൻ്റെ കുരു പാകി മുളപ്പിച്ചു കേട്ടോ. അത് ഞാൻ നട്ടിട്ടുണ്ട്. അതിൽ കായ ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും അതുപോലെ അവക്കാഡോ വാങ്ങി തയ്ക്കുന്നതിൻ്റെ കുരു കളയാതെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം എടുക്കും കേട്ടോ അത് മുളച്ച് വരാനായിട്ട്. അത് മുളയ്ക്കുമ്പോൾ ആ കുരു രണ്ടായിട്ട് പിളരും. അത് കഴിഞ്ഞിട്ട് വലിയൊരു മുള വരും. അങ്ങനെയാണത്. എന്നിട്ട് നമുക്കത് കുറച്ച് പൊക്കമാകുമ്പോഴത് പറിച്ച് നടാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ കാടൊക്കെ ഒന്ന് പറിച്ച് നോക്കാം. ഇവിടെ ഈ പീച്ചിങ്ങ കിടക്കണത് ഭയങ്കര ശല്യമാണ്. പീച്ചിങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ, പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണു. അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കായ ഇവിടെ പറിച്ച് തിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ച് കളയാം. മുഴുവൻ പുല്ലും പറിക്കലൊന്നും നടക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മഴക്കാലം തുടങ്ങുമ്പോഴാണ് എലിപ്പനിക്കുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് മണ്ണിലും ചെളിയിലൊക്കെ വാരി കഴിഞ്ഞാൽ ശരിക്കും ഡെറ്റോളും സോപ്പും ഒക്കെ ഇട്ട് കഴുകി വേണം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈയും
ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം. കാരണം ഇത് എല്ലാ പനികളുടെയും ഒരു തുടക്കമാണ് ഈ മഴക്കാലം. അപ്പോൾ നമുക്ക് കുറേശ്ശെയൊക്കെ പറിച്ച് കളയാം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാക്കപ്പൂവിൻ്റെ ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇനി പറിച്ച് ഒരു ചട്ടിയിലേക്ക് ആക്കണം. എല്ലാ കളർ കാക്കപ്പൂവും ഉണ്ട് ഇതിനകത്ത്. ഞാനൊന്നും പുല്ല് പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പറിച്ച് കളയാൻ തോന്നില്ല ഒന്നും. കാരണം അതിനകത്ത് പലതും ആവശ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത മഴയ്ക്കുള്ള തുടക്കം. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു മതിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് റോട്ടിൽ. മതിൽ പൊളിഞ്ഞ് പിള്ളേരുടെ മേത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ചെങ്കല്ലിൻ്റെ മതിൽ പൊളിച്ച് കളയിപ്പിച്ചു ആൾ. പീച്ചിങ്ങയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ പീച്ചിങ്ങ. അത് കുറേ ഒരു ബക്കറ്റ് നിറച്ച് പീച്ചിങ്ങ കിട്ടി കേട്ടോ. ഇതിപ്പോൾ 4-5 എണ്ണം വേറൊരു ബക്കറ്റിലേക്ക് എടുത്തിട്ടേക്കണേ. ഇതിൻ്റെ തൊണ്ട് പൊളിച്ച് എടുക്കണം. തൊണ്ട് പൊളിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ദേഹം ഒരുമാനൊക്കെ കുളിക്കുമ്പോൾ ലൂഫ ഉപയോഗിക്കില്ലേ, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ വെളുത്തിരിക്കും കേട്ടോ. നമ്മളത് പൊളിച്ച് അതിൻ്റെ ആ കറുത്ത തൊണ്ട് പൊളിച്ച് കളിക്കുമ്പോൾ ശരിക്കും മൂത്ത് കഴിയുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഇനി അതിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ വെളുത്തിട്ട് ഉള്ളതാണ് അതിൻ്റെ വിത്ത്. ഇതിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പെട്ടെന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, ഈ ബക്കറ്റ് നിറച്ചിരിക്കുന്നത് പീച്ചിങ്ങയാണ് കേട്ടോ. പുറമൊക്കെ അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് ചീത്തയൊന്നും അല്ല കേട്ടോ, നല്ലത് തന്നെയാണ്.